നമ്മൾ ഇന്നലെ പഠിച്ചത് എന്തായിരുന്നു? മെന്റൽ എബിലിറ്റിയുടെ ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ഫിഗർ മാച്ചിങ് എന്നുള്ള ടോപ്പിക്കായിരുന്നു നമ്മൾ പഠിച്ചത്. നമ്മൾ രണ്ടും കുറേ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഇന്നലെ ഫിഗർ മാച്ചിങ്ങിന്റെ പറഞ്ഞിരുന്നു അല്ലെ, എങ്ങനെയാണ് ഫിഗർ മാച്ചിങ് റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ. നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി അല്ലേ, റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയപ്പം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചു. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീണ്ടും പോയി നമ്മളുടെ ചാനലിൽ സെർച്ച് ചെയ്ത് പോർഷൻസ് ഒക്കെ കാണുക കേട്ടോ. അപ്പം ഈ ഫിഗർ മാച്ചിങ്ങിൽ നമ്മൾ ഇന്നലെ എന്തായിരുന്നു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്താണ് ഫിഗർ മാച്ചിങ്ങിന്റെ ഡെഫിനേഷൻ എന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്നലെ എന്തായിരുന്നു ഫിഗർ മാച്ചിങ്ങിൽ നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞത്? ഫിഗർ മാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പിക്ചേഴ്സ് തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് ആണ് അല്ലേ. നമ്മൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് ഏതാണോ കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ചെയ്യുന്ന ഫിഗർ അത് എടുക്കുകയാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ. ഇതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഇന്നലെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മറ്റേ വർക്ക്ഷീറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഷീറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? വർക്ക്ഷീറ്റിൽ ഇന്നലെ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ആൻസർ ചെയ്ത് നോക്കിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആൻസർ നിങ്ങൾക്ക് കിട്ടിയോ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. ആൻസർ നിങ്ങൾക്ക് കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ചെയ്തിരുന്നു ഇന്നലെ ഫിഗർ മാച്ചിങ്ങിൻ്റെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇന്നലെ കുറച്ചാണ് ഡിസ്കസ് ചെയ്തത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിരുന്നു നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ആൻസർ കിട്ടിയോ എന്ന് പറയണം. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം. ചെയ്തിട്ടുണ്ടോ? യെസ്, ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് സമയം 8 മണിയായി. നമുക്കിനി ക്ലാസ്സിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് എന്തായിരുന്നു? മെന്റൽ എബിലിറ്റി ആയിരുന്നു അല്ലേ. മെന്റൽ എബിലിറ്റിയുടെ എന്താണ് ഡെഫിനേഷൻ എന്ന് ഇന്നലെ പറഞ്ഞു. എന്താണ് ഫിഗർ മാച്ചിങ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ദെൻ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ വർക്ക്ഷീറ്റിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യൻസ്? ഇന്നലെ ഞാൻ ഫിഗർ മാച്ചിങ്ങിൽ ഞാൻ ഇന്നലെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ക്വസ്റ്റ്യനിൽ. ആർക്കെങ്കിലും ഇന്നലെ ആൻസർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? എന്തെങ്കിലും ടഫോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ? ഇന്നലെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ ഇതൊക്കെ? യെസ്, കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ദെൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മടി പിടിച്ചിരിക്കരുത്, ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19 വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ എന്തായിരുന്നു ഇന്നലെ പഠിച്ചത്? ഈ ഒരു ഫിഗറിന്റെ ഔട്ട്ലുക്ക് നോക്കുക അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കാം. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇതിനകത്ത് തന്നിട്ടുണ്ടായിരുന്നത്? ഇതിനകത്ത് ഒരു ആരോ ഉണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിനകത്ത് എന്തുണ്ട്? വേറൊരു സ്ക്വയർ ഉണ്ട് അല്ലേ. അതിനകത്ത് ഒരു സർക്കിൾ ഉണ്ട്, ഇതിനൊരു ആരോ മാർക്ക് ഉണ്ട്. അതുപോലത്തെ ഫിഗർ ഏതാണോ താഴത്തെ ആൻസർ ഫിഗറിലുള്ളത് എന്ന് നമ്മൾ നോക്കണം അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? ദെൻ ഈ ആൻസർ ഫിഗറിൽ ഈ സൈഡിലേക്ക് അല്ലേ, ഈ ഒരു സൈഡിലേക്കാണ് ഏത് ആരോ മാർക്ക് ഉള്ളത്. അതുപോലെ ഏത് സൈഡിലേക്കാണ് ഉള്ളത് നമ്മളൊന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഇവിടെ ആ സൈഡിലോട്ടാണ്, ഓപ്ഷൻ ബി ആ സൈഡിലോട്ടാണ്, ഓപ്ഷൻ ഡി ഈ സൈഡിലോട്ടാണ്. ഇതും അല്ല ആൻസർ വരിക, ഇതും അല്ല ആൻസർ വരിക. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ വരിക. കാരണം ഏത് സൈഡിലോട്ടാണ്? ഈ സൈഡിലോട്ടാണ് നിൽക്കുന്നത് അല്ലേ, ലെഫ്റ്റ് സൈഡിലോട്ടാണ് നിൽക്കുന്നത്. ദെൻ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചറിയാം, ഈ ഒരു സർക്കിൾ എന്ത് ചെയ്തിട്ടില്ല? ബബിൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കിവിടെ നമ്മൾ ഈ ബിയും ഡിയും നോക്കുമ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ആണോ ഡി ആണോ? ഇതിനകത്ത് ബബിൾ ചെയ്തിട്ടുണ്ട് അല്ലേ ഓപ്ഷൻ ബിയിൽ. അപ്പം എന്ത് വരില്ല? ഓപ്ഷൻ ബിയും വരില്ല. ഓപ്ഷൻ ബി വരുമോ? ഇല്ല. അപ്പം അടുത്ത ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇന്നലെ തന്ന വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് ഇത് കിട്ടിയിരുന്നോ? ഓപ്ഷൻ ഡി ആണെന്ന് നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? ഓക്കെ, ഓപ്ഷൻ ബി വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മൾ വർക്ക്ഷീറ്റിൽ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 20 കണ്ടുപിടിക്കാൻ പറ്റുമോ? ചിലർക്ക് വർക്ക്ഷീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അവർ വർക്ക്ഷീറ്റ് കിട്ടാത്തവർ വേഗം തന്നെ ചെയ്യാം. അവർക്ക് വേണ്ടിയുള്ള ടൈം 2 മിനിറ്റ്. 2 മിനിറ്റില്ല, കുറച്ച് സമയം തരാം കേട്ടോ. 2 മിനിറ്റ് തരാൻ പറ്റില്ല.
ആ ഓക്കെ. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ്? ഇവിടെ ഒരു ആർക്കുണ്ട്, ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് അല്ലേ. ഇതേപോലത്തെ ഫിഗർ ഏതാണ് ആൻസർ ഫിഗറിലുള്ളതെന്നാണ് നമ്മൾ നോക്കണത് അല്ലേ. നമ്മൾ എങ്ങനെയാണ് നോക്കണത്? ഇതേപോലത്തെ ഫിഗർ എവിടെയാണ് ഈ ആൻസർ ഫിഗറിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുമ്പം ഈ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഏതാണോ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒറ്റ നോട്ടത്തിൽ കേട്ടോ, പെട്ടെന്ന് സിമിലർ അല്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. ഇത് നമുക്കല്ലാന്ന് മനസ്സിലായി. കാരണം ഇവിടെ എന്തല്ല, ഗ്യാപ്പ് ഉണ്ടല്ലേ, മുട്ടിയിട്ടില്ല, രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ല. ദെൻ ഈ സി എന്ന ഫിഗറും നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം എന്തല്ല എന്നുള്ളത്. ഇതുമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഫിഗറുമായിട്ട് മാച്ച് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്താണ്, അപ്പൊ ഇത് നമ്മൾ ക്രോസ് ചെയ്യുക. കാരണം എന്താ, ഇത് ഈ സൈഡിലേക്കാണ് പോകുന്നത്, ഇതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണ് പോകുന്നത് അല്ലേ. ദെൻ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ആണ് ലാസ്റ്റ് ഉള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ എലിമിനേഷൻ മെത്തേഡിൽ കൂടെ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് ഓപ്ഷൻ ഡിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡിയിൽ ഈ പറഞ്ഞത് കുറച്ച് സൈഡിലേക്കാണ് അല്ലേ വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യൻ ഫിഗറിൽ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. നമ്മളുടെ ക്വസ്റ്റ്യൻ ഫിഗറിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ല, ഇങ്ങനെ കറക്റ്റ് ബാക്കിലോട്ടാണ് പോയിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി അല്ല ആൻസർ, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയാം. നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കിട്ടിയോ? ഇതിന്റെ ആൻസർ കിട്ടിയോ? ഓക്കെ, ഓപ്ഷൻ എ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ നമ്പർ 21. വളരെ ശ്രദ്ധിച്ച് മാത്രം ഇത് ചെയ്യാട്ടോ. ചെറിയ ഡിഫറൻസ് ആണുള്ളത്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. നിങ്ങൾ ആദ്യം ചെയ്യുക, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്തുകൊണ്ടാണെന്നുള്ളത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ സ്ക്രീൻ ചെറുതാണെങ്കിൽ അത് വലിയ ഇതിലേക്ക് ആക്കുക, വലിയ സ്ക്രീനിൽ ഇട്ട് കാണുക കേട്ടോ. ഇതിനുശേഷം നിങ്ങൾ അതിന് ആൻസർ ചെയ്യും. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ എങ്ങനെയായിരിക്കും ഇത് നമ്മൾ ചെയ്യണ്ടാവുക? ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും ചെയ്യണ്ടാവുക? ഈ ഒരു ഫിഗർ കണ്ടോ, ഇവിടെ ഈ ഒരു സർക്കിളിനകത്ത് ആദ്യം ഒരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിൽ എന്തുണ്ട്? ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിനകത്ത് പിന്നെ ഉണ്ട് അല്ലേ. ഇവിടെ എത്രയുണ്ട്? 2 സർക്കിൾ ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 4 ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 2 ഉണ്ട് അല്ലേ. എല്ലാത്തിലും അങ്ങനെ തന്നെയാണോ? നമുക്ക് നോക്കാം അല്ലേ. നമ്മളുടെ ഇതിൽ ആൻസർ ഫിഗറിൽ ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ എത്രയുണ്ട്? 2. ഇവിടെയും 4. ഇവിടെ 2. അപ്പൊ ഇവിടെയോ? ഇവിടെയും 2. ഇവിടെയും ഓപ്ഷൻ ബിയിലും 4 ഉണ്ട്. ദെൻ ഇവിടെ 2 ഇവിടെ 2 ഉണ്ട് അല്ലേ. ബിയില് ഓപ്ഷൻ ബിയിൽ 2 സർക്കിൾസ് ഉണ്ട്. ദെൻ ഇവിടെ നോക്കുമ്പോഴോ ഓപ്ഷൻ സി നോക്കുമ്പോൾ ഇവിടെ 2 സ്മോൾ സർക്കിൾസ് ഉണ്ട്. ഇവിടെ 3 സർക്കിൾസേ ഉള്ളൂ അല്ലെ. ഓപ്ഷൻ സിയിൽ 3 സർക്കിൾസേ ഉള്ളൂ. ഓപ്ഷൻ ഇവിടെ ആണെങ്കിൽ 2 സർക്കിൾസേ ഉള്ളൂ. ഓപ്ഷൻ സിയിൽ 2, 3, 2 എന്നാണ്. അപ്പൊ തന്നെ നമുക്കറിയാം ക്വസ്റ്റ്യനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇവിടെ 4 അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ നോക്കുമ്പോൾ എന്താ? ഇവിടെ 2 ആണുള്ളത്. ഇവിടെ 1, 2, 3, 4. അപ്പൊ ഇവിടെയും 4 ആണുള്ളത്. ദെൻ ഇവിടെ 2 ആണുള്ളത്. ദെൻ നമുക്കിനി അടുത്ത് നോക്കാം. ഈ 3 ഫിഗറിൽ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ആദ്യത്തെ രണ്ടാമത്തെ സർക്കിൾ ബബിൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ എന്ത് മനസ്സിലാവും? ഓപ്ഷൻ ഡിയിൽ എന്താ? ഈ 2 സർക്കിളും ഇവര് ബബിൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഡാർക്ക് ഷെയ്ഡ് യെല്ലോ കളർ ആണല്ലേ അവിടെ. അപ്പൊ നമുക്ക് പറയാം ഇതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ. പിന്നെ ഇതിൽ രണ്ടിലും ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ എലിമിനേഷൻ മെത്തേഡിൽ കൂടെ ഇത് രണ്ടും കളയുമ്പോൾ ഇതിൽ രണ്ടിലും ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തതെന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റത്തെ 2 കറക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ഈ 2 ഓപ്ഷൻ എയിലും ഓപ്ഷൻ ബിയിലും കറക്റ്റായിട്ട് തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇത് രണ്ടാമത്തെ റോയോ, അതായത് ഈ 4 സർക്കിൾസ് എങ്ങനെയാണ്? 2 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ദെൻ 2 ഫസ്റ്റ് 2 ഷെയ്ഡ് ചെയ്തിട്ടില്ല. ദെൻ 2 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്.
അപ്പം ഫസ്റ്റത്തെ ഫിഗറിൽ ഫസ്റ്റ് 2 ഷെയ്ഡ് ചെയ്തിട്ടില്ല, ദെൻ നെക്സ്റ്റ് 2 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷെ ഓപ്ഷൻ ബിയിൽ അങ്ങനെയാണോ? അല്ല, ഇത് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന രീതി തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി അല്ല ആൻസർ, ഓപ്ഷൻ എ ആണ് ആൻസർ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയാലോ? ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ഫിഗർ, ക്വസ്റ്റ്യൻ നമ്പർ 22. വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് മാത്രം ആൻസർ പറയാം. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച ആൻസർ പറയാട്ടോ ഈ ക്വസ്റ്റ്യനിൽ. ബിക്കോസ് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നല്ല രീതിയിൽ സ്ക്രീൻ ഉണ്ടെങ്കിൽ മാത്രമാണ്, നല്ല രീതിയിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് വിസിബിൾ ആണെങ്കിലാണ് നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയണത് നല്ല രീതിയിൽ ബിഗ് സ്ക്രീനിലാക്കിയിട്ട് നിങ്ങളത് കാണൂ കേട്ടോ. എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? ആൻസർ ഒക്കെ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ആൻസർ കിട്ടുന്നുണ്ടോ? ഇന്നലെ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഇന്നലെ കറക്റ്റായിട്ട് കാര്യം മനസ്സിലായ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇത് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? പെട്ടെന്നല്ല, ഇത് നന്നായി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. നമുക്കിനി എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 22. ഇതിവിടെ ഒരു ഡോഗാണ് അല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഡോഗിനെ ഉണക്കുക ഏതാണ് ഈ ആൻസറിൽ വരുന്നതെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്ത് മനസ്സിലായി? ഈ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത്, ഇവിടെ ഒരു ഇതുണ്ട് അല്ലേ, പുള്ളിക്കുത്തൊക്കെ ഉണ്ട് അല്ലേ ഈ ഡോഗിന്. അപ്പം ഇതേ ഉണക്ക് ഇവിടെ പുള്ളിക്കുത്തുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ എയിലും ബിയിലും സിയിലും, ഓപ്ഷൻ എയിലും ബിയിലും സിയിലും എന്താണ് അതൊക്കെ ഉണ്ടല്ലേ. പക്ഷെ ഡിയിൽ നോക്കി ഇവിടെ നമുക്ക് ഒന്നും കാണാനില്ല അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി അല്ല എന്ന് പറയാം അല്ലേ. ഓപ്ഷൻ ഡിയിൽ അങ്ങനെ ആ ഒരു ഇതൊന്നുമില്ല, കളർ ഡിഫറൻസ് ഒന്നുമില്ല അല്ലേ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി അല്ല എന്ന് പറയാം. ദെൻ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഇതിലേതോ ഒരെണ്ണമാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുത്ത കാര്യങ്ങൾ നോക്കുമ്പോൾ എന്താ, ബാക്കിൽ കണ്ടോ, ബാക്കിൽ 2 കാലുകളാണ് ഇവിടെ ഉള്ളത്. 1, 2 കാലുകളില്ലേ. ഓപ്ഷൻ എയിൽ നോക്കുമ്പോൾ ഒരു കാലേ ഉള്ളൂ അവിടെ അല്ലേ. ഓപ്ഷൻ എയിൽ എന്തേ ഉള്ളൂ? ഒരു കാലേ ഉള്ളൂ. അപ്പം ഈ ഫിഗറും അല്ല എന്ന് മനസ്സിലായി, ഓപ്ഷൻ എ അല്ല എന്ന് മനസ്സിലായി അല്ലേ. ദെൻ ഓപ്ഷൻ അടുത്ത ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ 2 കാലുണ്ട്. ഓക്കെ, നമ്മളിവിടെ നോക്കിയപ്പോൾ 2 കാലുണ്ട്. ദെൻ എന്താണ്, പിന്നെ എന്താ നോക്കുന്നത്? അപ്പൊ ഇവിടെ നോക്കണം. ഓപ്ഷൻ സിയിൽ നോക്കുമ്പോൾ എന്താ, 2 കാലുകളുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ എന്നുള്ളത് നമുക്ക് അറിയില്ല അല്ലേ. ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ എന്നുള്ളത് അറിയില്ല. പിന്നെ അതെങ്ങനെയാ നമ്മളിങ്ങനെ നോക്കുക? ഇനി നമ്മൾ അടുത്ത വ്യത്യാസം നോക്കുമ്പോൾ എന്താ, ഇതിന് ഈ ഒരു ടങ് ഉണ്ട് അല്ലേ. ഇവിടെ 2 വെള്ളത്തുള്ളികളുണ്ട്, അത് ഇവിടെ ഉണ്ട് കേട്ടോ. ബിയിലും സിയിലും 2 വെള്ളത്തുള്ളികൾ ഉണക്ക് ഇതുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ ഒരു ടങ് ഉണ്ട്, ഇവിടെ എന്തില്ല. ആ ഒരു ടങ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി അല്ല ആൻസർ എന്ന് നമുക്ക് പറയാം. ദെൻ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ആൻസർ കിട്ടി? ഓപ്ഷൻ ബി എന്ന ആൻസർ ആണ് നമുക്ക് കിട്ടിയത്. നിങ്ങളുടെ ആരുടെയെങ്കിലും കറക്റ്റ് ആയിരുന്നോ ഓപ്ഷൻ ബി ആണ് എന്നുള്ളത്? ഓപ്ഷൻ ബി ആണ് എന്നുള്ളത് കിട്ടിയായിരുന്നോ? ഓക്കെ, കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ ഈ സിമ്പിൾസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ്റെയും അഡീഷൻ്റെയും സിമ്പിൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23 എന്താണ് അവർ കാണിച്ചിരിക്കുന്നത്? 2 ക്രോസ് സിമ്പിൾസും ഒരു പ്ലസ് സിമ്പിളും ആണ് കാണിച്ചിരിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ 2, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളും ഒരു ക്രോസ് സിമ്പിളും, ഒരു പ്ലസ് സിമ്പിളും. അപ്പം നമ്മൾ ഓപ്ഷൻസിലേക്ക് വരുമ്പം ഇവിടെ അങ്ങനെ ഉണ്ട്. ദെൻ ഇവിടെ ക്രോസ് സിമ്പിൾ ആണോ, അതായത് മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി അല്ല എന്ന് നമുക്ക് പറയാം അല്ലേ. ഓപ്ഷൻ ബി അല്ല എന്ന് പറയാം. ദെൻ ഇവിടെ വരുമ്പോഴോ, ഇവിടെ ശരിക്കും എന്തായിരുന്നു വരേണ്ടിയിരുന്നത്? ക്രോസ് സിമ്പിൾ ആയിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത്. പകരം എന്തായി? പ്ലസിന്റെ സിമ്പിളായി അവിടെ കിടക്കുന്നത് അല്ലേ.
ആ ഒരു സൈനല്ലേ അവിടെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? ഇതും ആവില്ല എന്ന് നമുക്ക് പറയാം. പിന്നെ ഇവിടെ എന്താ കിടക്കുന്നത്? ഡി ആണ് അല്ലേ. ഡിയില് മൂന്നും തന്നെ എന്താ? പ്ലസ് സിമ്പിൾ ആണ് അല്ലേ കിടക്കുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? ഇതും ആവില്ല എന്ന് പറയാം. അപ്പൊ നമുക്ക് എവിടെയാണ് ആൻസർ എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം എല്ലാ ഏരിയയും കറക്റ്റ് ആണോ എന്നുള്ളത്. ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിൾ താഴത്തോട്ട് വരുമ്പോൾ 2 പ്ലസ് സിമ്പിൾ ആണ്. ദെൻ ഇവിടെ ഫുള്ള് ക്രോസ് സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതായിരിക്കും ആൻസർ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയോ ആൻസർ? ഓപ്ഷൻ എ ആണെന്ന് കിട്ടിയോ? ഓക്കെ, അപ്പം എല്ലാവരും തന്നെ എന്ത് ചെയ്യുക? എജു വൈബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന ഷോർട്ട് വീഡിയോസ്, ഇപ്പം മെൻ്റൽ എബിലിറ്റിനെ സംബന്ധിച്ചായാലും വേറെ മാത്സിൻ്റെയോ മറ്റേ ലാംഗ്വേജിൻ്റെയോ ഒക്കെ ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ട്രിക്കിൻ്റെയും ടിപ്സിൻ്റെയും ഒക്കെ വീഡിയോസ് ഉണ്ടാവും. ആ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കിട്ടും. നോട്ടിഫിക്കേഷൻ, ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും വീഡിയോസൊക്കെ പോയി കാണാം. മാക്സിമം നല്ല രീതിയിൽ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിലൊക്കെ ഇല്ലേ, ക്ലാസ് ഇല്ലാത്ത സമയത്തും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ചാനലിലെ ടോപ്പിക്കൊക്കെ റിവിഷൻ ചെയ്യാം. റിവിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ചാനലിൽ കയറിയിട്ട് ടോപ്പിക്ക് എടുക്കാം, റിവിഷൻ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് നല്ല സ്കോർ കിട്ടുക. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ അല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പം ഇന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? എല്ലാം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ? ഇന്ന് ഇത്രയും ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാം മനസ്സിലായോ? ഒരു ഫയർ ഇമോജി ഒന്നിട്ടേ നോക്കട്ടെ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പം ഈ 23 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തല്ലോ. അപ്പം നമുക്ക് എല്ലാം മനസ്സിലായാൽ ആ ഫയർ ഇമോജി ഇട്ടേ നോക്കട്ടെ. നിങ്ങളുടെ എനർജി ഒന്ന് കാണട്ടെ. ഫയർ ഇമോജി ഒന്നിട്ടേ നോക്കട്ടെ. നിങ്ങളുടെ എനർജി ലെവൽ ഒന്ന് കാണട്ടെ. ഓക്കെ, അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. പ്രീവിയസ് ഓക്കെ. സുജിത, ഓക്കെ, സുജിതയ്ക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പം എല്ലാവരും നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാം. എങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? അഡ്മിഷൻ കിട്ടുള്ളൂ അല്ലേ? നവോദയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ, പോരട്ടെ ഇങ്ങോട്ട്. ഫയർ ഇമോജീസ് പോരല്ലോ, പോരട്ടെ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ദെൻ നമുക്ക് അടുത്ത പിക്ചറിലോട്ട് പോകാം. ഇത് വളരെ സൂക്ഷിച്ച് നോക്കണം. മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് ആണ് ഇതിലുള്ളൂ. അതുകൊണ്ട് നല്ല ഒബ്സർവേഷൻ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറഞ്ഞ ടൈം പീരീഡിനകത്ത് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് വേണ്ട എബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 24 നിങ്ങൾ ആദ്യം ഒന്ന് ആൻസർ ചെയ്യൂ, ട്രൈ ചെയ്യൂ. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് ഒരു വീടിന്റെ പിക്ചർ ആണല്ലേ ഇതുള്ളത്. ഇതെന്താണ് ഈ പിക്ചറിലുള്ളത്? ഒരു വീടിന്റെ ഡോറ്, ദെൻ മേളിലൊരു ഇവിടെ 3 വിൻഡോസ് ഉണ്ട് അല്ലേ. പിന്നെ ഇവിടെ ഒരു ചിമ്മിനി ഉണ്ട്. ദെൻ അങ്ങനെ ഒരു വീടിന്റെ പിക്ചറാണ് ഇവിടെ ഉള്ളത്. ഇതേ കണക്കത്തെ പിക്ചർ ഏതാണ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡിയിലുള്ളത് എന്നുള്ളത് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യലാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? ആദ്യം ചിമ്മിനിയിൽ നിന്ന് ഇങ്ങനെ പുക പോകുന്നുണ്ട് അല്ലേ. ഈ സൈഡിൽ ഇതുണ്ടോ, ചിമ്മിനി എന്നുള്ള പുകയാണ് ഈ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ പിക്ചറാണോ ഇതെന്ന് നോക്കുക. ഈ 3 ABC എന്ന് പറയുന്നത് അങ്ങനെയുണ്ട്, കോമൺ ആയിട്ട് അങ്ങനെയുണ്ട്. ഇവിടെ 2 ചിമ്മിനീസ് ഉണ്ട് അല്ലേ. 2 ചിമ്മിനിന്നും പുക പോകുന്നുണ്ട്. അപ്പോൾ എന്താ,
ഈ ഓപ്ഷൻ ഡി ആൻസർ വരില്ല. ഓപ്ഷൻ ഡി ആൻസർ വരുമോ? ഇല്ല, ഓപ്ഷൻ ഡി ആൻസർ വരില്ല. പിന്നെ നമ്മൾ അടുത്തയിലേക്ക് പോവാം. അടുത്ത എന്താ? ഒരു ഡോർ ഉണ്ട് അല്ലേ? ഡോർ ഏതാ ഷേപ്പ്? ഒരു റെക്ടാങ്കിൾ ഷേപ്പാണ് അല്ലേ? അല്ലേ, ഒരു റെക്ടാങ്കിൾ അല്ലേ, സ്ക്വയർ അല്ല ഇത്. ഈ വിൻഡോസ് ഒക്കെ സ്ക്വയർ ഷേപ്പാണ്, പക്ഷെ ഇവിടെ ആ ഡോർ ഉള്ളത്, ഡോർ ഏതാ ഷേപ്പ്? റെക്ടാങ്കിൾ ഷേപ്പാണ്. അപ്പം ഈ ഓപ്ഷൻ സിയിൽ നോക്കുമ്പോൾ ഇത് റെക്ടാങ്കിൾ അല്ല, ഇതെന്താ? സ്ക്വയർ ഷേപ്പ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ സി അല്ല എന്ന് പറയാം നമുക്ക് അല്ലേ. ആൻസർ എന്താ? ഓപ്ഷൻ സി അല്ല എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ദെൻ നമ്മൾ ഓപ്ഷൻ എയിലാണോ ഓപ്ഷൻ ബിയിലാണോ നമ്മളുടെ കറക്റ്റ് ആൻസർ ഉള്ളതെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ദെൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ ഫിഗറിൽ ഇവിടെ വിൻഡോ ഉണ്ട്, ഇവിടെ വിൻഡോ ഉണ്ട്, ഇവിടെ വിൻഡോ ഉണ്ട്. പക്ഷെ ഓപ്ഷൻ എയിൽ എന്തില്ല? ഇവിടെ വിൻഡോ ഉണ്ട്, ദെൻ ഇവിടെ വിൻഡോ ഉണ്ട്, റെക്ടാങ്കിൾ ഷേപ്പിൽ ഡോർ ഉണ്ട്, ദെൻ ഇവിടെ വിൻഡോ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ ആൻസർ അല്ല. ഓപ്ഷൻ ബിയിൽ റെക്ടാങ്കിൾ ഷേപ്പ് ഉണ്ട്, ഡോറ്, 3 വിൻഡോസ് സ്ക്വയർ ഷേപ്പിലുണ്ട്, ഒരു ചിമ്മിനി ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയോ? ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണെന്ന് നമുക്ക് കിട്ടിയോ? Then question number 25. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 25. ഈസി ആണോ ഇത്? നന്നായി ഒബ്സർവ് ചെയ്ത് കറക്റ്റ് ആൻസേഴ്സ് പറയാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 25 നന്നായി ഒബ്സർവ് ചെയ്യാം, ദെൻ കറക്റ്റ് ആൻസർ പറയാം. ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ബോക്സിലൊന്നും കാണുന്നില്ലല്ലോ. കമൻറ്റ് ബോക്സിൽ ആരും തന്നെ ഇപ്പം കമൻസ് ഒന്നും, അതായത് ഓപ്ഷൻസ് ഒന്നും അങ്ങനെ ഇടുന്നില്ലല്ലോ. എന്ത് പറ്റി? ക്ലിയർ ആവുന്നില്ലേ? കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടാൽ മാത്രമാണ് എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ദെൻ നമുക്കിത് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആൻസർ വരുന്നതെന്ന്. ഇതൊരു കിളിയുടെ ചിത്രമാണല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു കിളിയുടെ ചിത്രമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്? ഇവിടെ കാലുണ്ട്, അതിൻ്റെ ചിറകുണ്ട്, ദെൻ ഇവിടെ ഒരു വാലുണ്ട്. അപ്പം ഇതൊക്കെയുള്ള ഫിഗർ ഏതാണ് ആൻസർ ഫിഗറിലുള്ളതെന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഈ ചുണ്ട്, ഈ കൊക്കില്ലേ, ഈ മറ്റേ കിളിയുടെ കൊക്ക് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പിക്ചറുകളിലൊക്കെ ഏതാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത് എന്ന് നമ്മൾ നോക്കാം. ഓക്കെ, ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഓപ്ഷൻ ബി അല്ല ആൻസർ എന്ന് പറയാൻ പറ്റും. ദെൻ ഓപ്ഷൻ ബി അല്ല ആൻസർ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടി. ദെൻ അടുത്ത വ്യത്യാസം എന്താ? ഇവിടെ കാലുണ്ട്, ഇവിടെ ചിറകുണ്ടല്ലേ, ഇവിടെ കാലുകളുണ്ട്. ഇവിടെ കാലുകൾ എല്ലാത്തിനും ഉണ്ടോ? ഓപ്ഷൻ എക്ക് കാലുണ്ട്, ഓപ്ഷൻ സിക്ക് ഇവിടെ കാലില്ല. ഇവിടെ കാലില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി അല്ല ആൻസർ എന്ന് പറയാം അല്ലേ. ദെൻ അടുത്തത് എന്താണ്? ഓപ്ഷൻ എയോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയോ ആയിരിക്കും ആൻസർ. ഇതിനകത്ത് നമ്മൾ എങ്ങനെ എത്തിച്ചേരും? ഓപ്ഷൻ എ ആണോ ആൻസർ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണോ ആൻസർ എന്നുള്ളത് നമ്മൾ എങ്ങനെ എത്തിച്ചേരും? ഇനി അടുത്ത മാച്ചിങ് എന്താണെന്ന് നോക്കാം. അപ്പം ഇവിടെ ഈ ഒരു ചിറക് കാണുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ഈ ചിറക് കാണുന്നത് ഏത് ഷേപ്പിലാണ്? ഇങ്ങനെ ഒരു ആർക്ക് ഷേപ്പ് അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇത് താഴത്തേക്കാണുള്ളത് അല്ലേ. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ രണ്ട് ഷേപ്പും ഇത് മേളിലോട്ടാണുള്ളത്, ഇത് താഴത്തോട്ടാണുള്ളത്. ഇവിടെ എന്താണ്? ഓപ്ഷൻ എയിൽ ഇത് മേളിലോട്ടാണ് ഈ ചിറകിൻ്റെ പൊസിഷൻ ഉള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആവില്ല. ഓപ്ഷൻ ബി എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓപ്ഷൻ സി എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടെ കറക്റ്റാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 25 ആയിട്ട് മാച്ച് ചെയ്യുന്ന ഫിഗർ ആണ് ഇത്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ എന്ന് പറയാം. ആർക്കെങ്കിലും കിട്ടിയിരുന്ന ഓപ്ഷൻ ഡി കറക്റ്റ് ആണോ എന്നുള്ളത് ആൻസർ?
ഓക്കെ, ശ്രീനന്ദ ആൻസർ ഇട്ടിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. കണ്ടില്ല, മിസ്സിന് എല്ലാ ചാറ്റും കാണാൻ പറ്റില്ല. അതായത് മിസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അപ്പം ഞാൻ എപ്പോഴും കമൻറ്റ് ബോക്സിൽ നോക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾ കുറേ പേര് കമൻറ്റ് കറക്റ്റായിട്ട് തന്നെ ഇട്ടുണ്ട്. ഓപ്ഷൻ ഡി ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 26th ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മൾ കാണുന്നത്? ഒരു ചിത്രശലഭം അല്ലേ, ബട്ടർഫ്ലൈയുടെ ഒരു ചിത്രം ഉണ്ട് അല്ലേ ഇവിടെ. ഇതിന് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഫിഗർ ഏതാന്നുള്ളതാണ് നമ്മൾ അടിയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ ഫിഗറിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ക്വസ്റ്റ്യനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ഫിഗർ ഏതാണ്? നിങ്ങൾ ആദ്യം ആൻസർ ചെയ്യും, ഇതിന് ശേഷം ഞാൻ പറയാം കേട്ടോ. ആദ്യം നിങ്ങൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മെൻഷൻ ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോകാം. നമുക്കിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത് അല്ലേ. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യലാണല്ലോ. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ചിത്രം കണ്ടില്ലേ? ഈ ചിത്രവും മറ്റേ താഴത്തെ ഫിഗറുമായിട്ട്, അതായത് ഓപ്ഷനിൽ ABCD എന്നുള്ള ഓപ്ഷൻസിലെ ഫിഗറുമായിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ സിയിൽ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ടല്ലേ, ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഓപ്ഷൻ സി അല്ല ക്വസ്റ്റ്യൻ ഫിഗറുമായിട്ട് മാച്ച് ഉള്ളതെന്ന് മനസ്സിലായില്ലേ. കാരണം എന്താ, ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതല്ല, ഈ ഒരു ഫിഗർ അല്ല മാച്ചിങ് ഫിഗർ നമുക്ക് മനസ്സിലായി. ക്ലിയർ ആയോ? ദെൻ എന്ത് ചെയ്യാം, നമ്മൾ വേറെയുള്ള ഓപ്ഷനിലേക്ക് പോവാം. ABD എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ 2 കൊമ്പുണ്ട് അല്ലേ ഈ ചിത്രശലഭത്തിന്. ആ കൊമ്പുകൾ ഇവിടെ നോക്കുക, അത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻ ബിയിൽ എന്ത് ചെയ്തിട്ടില്ല, ഷെയ്ഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ ബി ആൻസർ അല്ല എന്ന് പറയാം. ക്ലിയർ ആവണ്ടോ? ദെൻ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും മാത്രമാണ് ബാക്കിയുള്ളത്. ഓപ്ഷൻ ഡി നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം, ഈ ഒരു ബാക്കി പോർഷൻ ഇല്ല അല്ലേ. ഇങ്ങനെയുള്ള ചിത്രശലഭത്തിന്റെ ബാക്കിയുള്ള പോർഷൻ, അതിന്റെ ചിറകുകളുടെ വലിപ്പം കുറവാണ് അല്ലേ. ഓപ്ഷൻ ഡിയിൽ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ ഡി അല്ല ആൻസർ, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. കിട്ടിയിരുന്നോ നിങ്ങൾക്ക് ആൻസർ? ഓപ്ഷൻ എ ആണെന്ന് ആൻസർ കിട്ടിയിരുന്നോ? ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടിയത് എന്നുള്ളവരൊന്നും തംസ് അപ്പ് ചെയ്തേ. ഓപ്ഷൻ എ കുറച്ച് പേര് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ എ ആണല്ലേ ചെയ്തത്. ഓക്കെ, then next question number 27. ഓക്കെ, നിങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ, ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. ദെൻ വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തതിന് ശേഷം ചെയ്യുക കേട്ടോ. തെറ്റാനുള്ള 2 ചാൻസ് അവിടെ ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യനിലും അതുണ്ടാവും. ദെൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്യാം. ഓക്കെ, ചെയ്യുന്നുണ്ടോ ആൻസർ? നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെയാണ് നിങ്ങൾ ചെയ്തു പോകുന്നുണ്ടോ ആൻസേഴ്സ്? ഓക്കെ, ആൻസേഴ്സ് കാണുന്നുണ്ട്, പക്ഷെ എല്ലാവരുടെയും ആൻസേഴ്സ് കാണുന്നില്ലല്ലോ. ഓക്കെ, എല്ലാവരും ചെയ്തു ആൻസറോ? എല്ലാവർക്കും കിട്ടിയോ? ഈസിയാണോ ഇതോ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈസി ആണോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ? ഓക്കെ, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തായിരുന്നു നമ്മുടെ ചാനല്? നിങ്ങളെല്ലാവരും എജു വൈബിന്റെ ചാനൽ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ലൈക്ക് ചെയ്യാത്തവർ ഓടിപ്പോയി ലൈക്ക് ചെയ്തിട്ട് വന്നേ. നമ്മളുടെ എജു വൈബിന്റെ ചാനൽ ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ഓടിപ്പോയി ലൈക്ക് ചെയ്തിട്ട് വരണേ. ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? യെസ്, നിങ്ങളെല്ലാം നല്ല കുട്ടികളാണ്, ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
നമുക്ക് ഇതിന്റെ ആൻസർ പറയാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 27 എന്താണ്, ഇവിടെ ഒരു മുന്തിരിക്കൊല ഉണ്ടല്ലേ, മുന്തിരി ഉണ്ടോ, ദെൻ അതേപോലത്തെ പിക്ചേഴ്സ് അടിയിൽ തന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം സിമിലർ അല്ല, നമ്മൾ കണ്ടുപിടിക്കുക ഏതാണ് കറക്റ്റ് സിമിലർ ആയിട്ടുള്ളതെന്ന്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി തന്നിട്ടുണ്ട് അല്ലേ ഇവര്. നമുക്ക് ഈ ഓപ്ഷൻ സിയും ആൻഡ് ഓപ്ഷൻ ഡിയും കാണുമ്പോൾ എന്തറിയാം, ഇത്രയും ഇതില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലേ, ഇത്രയും ക്വാണ്ടിറ്റി ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി അല്ല ആൻസർ, ഓപ്ഷൻ ഡിയും അല്ല ആൻസർ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും അല്ലേ. ഓപ്ഷൻ എ ആണോ ആൻസർ, ഓപ്ഷൻ ബി ആണോ ആൻസർ എന്നുള്ളതാണ് നമുക്കിനി അടുത്ത ടാസ്ക്. നമുക്കറിയാം ഇവിടെ കുറേ ഇതുണ്ട്, ഒരു ബഞ്ച് ഓഫ് മുന്തിരിയാണല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതിന്റെ അകത്ത് എത്ര എണ്ണ ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ആദ്യം എണ്ണ എടുക്കണം, കാരണം ഒന്നിന്റെ ഡിഫറൻസ് വന്നാൽ ഇതിന്റെ ഡിഫറൻസ് ഇത് ഡിഫറെന്റ് ആവുമല്ലോ. അപ്പം 1, ഇത് എത്രയാ, 1, 2, 3, 4, 5, 6, 7, 8, 9, ഇവിടെ ഒരെണ്ണം ചെറുതായിട്ടുണ്ട് അല്ലേ, 10, 11, 12, 13 എണ്ണം ഉണ്ട് അല്ലേ ഈ ഒരു മുന്തിരി ഈ ഒരു കൊലയിൽ. ദെൻ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ എത്ര എണ്ണം വരും, 1, 2, 3, 4, 5, 6, 7, 8, 9, ഇവിടെ ഒരെണ്ണമുണ്ട് 10, 11, 12, 13. ഓക്കെ, ഇതിനകത്ത് 13 എണ്ണം ഉണ്ട്. നമുക്കിത് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബിയും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, ഇവിടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. ഒരു ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഫുൾ സ്ക്രീനിൽ ഇടണം എന്ന് പറഞ്ഞത് കേട്ടോ. 10, 11, 12, 13. ഓക്കെ, ഇത് രണ്ടും സെയിം നമ്പർ ഓഫ് ഇതാണ് അല്ലേ, സെയിം നമ്പറാണ് ഇവിടെ വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഫിഗറിലും 13 ആണ്. ഇതിന് എന്താ വ്യത്യാസം ഉള്ളത്, ഇവിടെ ഈ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിൽ ഈ ഭാഗം എന്ത് ചെയ്തിട്ടില്ല, ഷെയ്ഡ് ചെയ്തിട്ടില്ല. ഈ ഭാഗം ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി അല്ല ആൻസർ എന്ന് പറയാം. ഏതാണ് ഓപ്ഷൻ, ഓപ്ഷൻ എ ആൻസർ അല്ല, ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഓപ്ഷൻ എ ആൻസർ അല്ല, ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയോ? നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നോ? കിട്ടിയായിരുന്നോ ആൻസർ? ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ദെൻ ഈ ക്വസ്റ്റ്യൻ നമ്പർ 28 എങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ നമ്പർ 28 ചെയ്തു നോക്കാം. ഓപ്ഷൻ ഏതാണെന്നുള്ളത് ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ, ഓപ്ഷൻസ് ഏതാണ് വരിക എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് പറയാം കേട്ടോ. നിങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. ഇനി ടൈം വേണ്ടി വരുമോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഇനി സമയം വേണ്ടി വരുമോ? കിട്ടിക്കഴിഞ്ഞോ? കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ആൻസേഴ്സ് ഒക്കെ കിട്ടിയോ? ഓക്കെ, ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 28. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ദെൻ ഇതിനകത്തും ഒരു ഇതുണ്ട് അല്ലേ, ഒരു സ്ക്വയർ ഉണ്ട്. ദെൻ ഇവരൊരു ലൈൻസ് ഇട്ടിട്ടുണ്ട് അല്ലേ. ദെൻ ഇതിനകത്തും ഇങ്ങനെ ഒരു ലൈനുണ്ട്, ഇങ്ങനെ ഒരു ലൈനുണ്ട്, ദെൻ ഇങ്ങനെയും ഒരു ലൈനുണ്ട് അല്ലേ. ഇതേ കണക്കത്തെ ഫിഗർ എവിടെയാണ് നമ്മളുടെ ആൻസർ ഫിഗറിൽ വരുന്നതെന്നാണ്. ഇത് സെൻറ്റർ പോർഷനിൽ, ഓൾമോസ്റ്റ് സെൻറ്റർ പോർഷനിലായിട്ടാണ് ഈ വര വരുന്നത് അല്ലേ. അങ്ങനെ ഓൾമോസ്റ്റ് സെൻറ്റർ പോർഷനിലാണോ ഈ വരകളൊക്കെ വരുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക അല്ലേ. നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ വരയില്ല, ഇവിടെ ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല, സെൻട്രൽ പോർഷനിൽ വരയില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആൻസർ അല്ല, കാരണം ഇവിടെ എന്തില്ല, വരയില്ലാത്തത് കൊണ്ട് ഓപ്ഷൻ ബി ആൻസർ ആയിരിക്കില്ല. അപ്പോൾ ഇതല്ല ആൻസർ എന്ന് പറയുന്നത്. ദെൻ ഓപ്ഷൻ എ നോക്കൂ, സെൻറ്ററിലാണോ ഈ വര വന്നിരിക്കുന്നത്? ഓപ്ഷൻ എയിൽ സെൻറ്ററിലല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിൽ സെൻറ്ററിലാണ് ആ വര വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറയാം, നമുക്ക് ഓപ്ഷൻ എ ആൻസർ അല്ല എന്ന് പറയാം. കറക്റ്റ് സെൻട്രൽ പോർഷനിലല്ല വന്നിരിക്കുന്നത്.
ദെൻ ഓപ്ഷൻ സി ഓർ ഓപ്ഷൻ ഡി ആണ് അല്ലേ നമുക്ക് ബാക്കിയുള്ളത്. റിമൈനിങ് പോർഷൻ ഉള്ളത് ഏത്? ഓപ്ഷൻ സി ഓർ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി നോക്കുമ്പോഴറിയാം ഈ ഒരു പോർഷനിൽ ഇവിടെ ഒരു ചെരിഞ്ഞാണ് വന്നിരിക്കുന്നത് അല്ലെ, ഈ ഒരു സൈഡിലോട്ടാണ്, സെന്റർ പോർഷനിലല്ല ഈ ഒരു വര വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി അല്ല ആൻസർ, ഓപ്ഷൻ സി കറക്റ്റ് സെന്ററിലാണ്, ബാക്കി എല്ലാം ഉണ്ട് അല്ലേ, ഇവിടെ എല്ലാ വരകളും ഉണ്ട് അല്ലേ. നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് പറയാം. ക്ലിയർ ആയോ? നിങ്ങൾക്ക് കിട്ടിയിരുന്നോ ആൻസേഴ്സ് കിട്ടിയിരുന്നോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ, ഫുൾ ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു? 28 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഈ അതായത് ഇന്നലത്തെ ക്വസ്റ്റ്യൻസും ഇന്നത്തെ ക്വസ്റ്റ്യൻസും കൂടിയിട്ടാണ് കേട്ടോ ടോട്ടൽ 28 ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്നലത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണല്ലോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം ഈ ടോട്ടൽ 28 ക്വസ്റ്റ്യനിൽ 28 ഔട്ട് ഓഫ് 28 ആർക്കൊക്കെ കിട്ടി? ഒന്ന് കമന്റ് ചെയ്തേ. 28 ഔട്ട് ഓഫ് 28 ആർക്കൊക്കെ കിട്ടി? ഇന്നലത്തെയും ഇന്നത്തെയും കൂടി ചേർന്ന് 28 ഔട്ട് ഓഫ് 28 ആർക്കൊക്കെ കിട്ടി? ഓക്കെ, കമന്റ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, 20 അർജുൻ, അനു പി ജി ആൻഡ് അങ്ങനെ കുറച്ച് പേർക്കൊക്കെ 28 ഔട്ട് ഓഫ് 28 കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. 29th ക്വസ്റ്റ്യൻ നമ്പർ 29. ആൻസേഴ്സ് ഫിഗേഴ്സ് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഒന്ന് സൂക്ഷിച്ച് ചെയ്യണേ, കാരണം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ക്വസ്റ്റ്യൻ ഫിഗറും ഈ ഓപ്ഷൻസ് തമ്മിൽ കേട്ടോ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സൂക്ഷിച്ച് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഓപ്ഷൻസ് ചാറ്റ് ബോക്സിൽ പറയാം. ചാറ്റ് ബോക്സിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കണു. എല്ലാവരും തന്നെ വേഗം ചാറ്റ് ബോക്സിൽ ചെയ്യാം കേട്ടോ. ഇതിനുശേഷം ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം, നമ്മൾ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഈ മെത്തേഡൊക്കെ തന്നെയാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, പിന്നെ നമുക്കിതിലേക്ക് വരാം കേട്ടോ. നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 29 വരുമ്പം ഈ ഒരു ഫിഗറിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്? നടുക്കൊരു സർക്കിൾ ഉണ്ട്, ദെൻ ഇങ്ങോട്ടേക്കും ഒരു 4 വരകളുണ്ട്, ദെൻ അതിൻ്റെ എൻഡിൽ എന്തുണ്ട്? ഒരു ആരോ മാർക്ക് ഉണ്ട് അല്ലേ. അതിൻ്റെ എൻഡിൽ എന്താ ഉള്ളത്? ഒരു ആരോ മാർക്ക് ഉണ്ട്. നടുക്കത്തെ ആ സർക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, യെല്ലോ കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ, അതായത് നമ്മുടെ ആൻസർ ഫിഗറിലേക്ക് വരുമ്പോൾ നമുക്ക് 3 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓപ്ഷൻ എ ചെയ്തിട്ടില്ല അല്ലെ. ഓപ്ഷൻ എ ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ അല്ല നമ്മളുടെ ആൻസർ. ഇതിന് അടുത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താ, ഈ ഓരോ വരകൾ കണ്ടോ? ഈ ഒരു സെൻറ്ററിൽ നിന്ന്, ഈ ഒരു സർക്കിളിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഈ ആരോ മാർക്കിന്റെ ഇവിടത്തെ പൊസിഷനിലായിട്ട് ഓരോ വരകൾ കാണും അല്ലേ. ഇങ്ങനത്തെ ഓരോ വരകളുണ്ട്. ആ വരകൾ ഈ ഒരു ആൻസർ ഫിഗറിൽ ബിയിലും സിയിലും ഡിയിലും ഉണ്ടോ എന്ന് നോക്കാം. എസ് ബിയിലും സിയിലും അതുണ്ട്, ദെൻ ഡിയിൽ അതുണ്ടോ? ഇങ്ങനെ ഒരു വര ഇവിടെ മിസ്സിങ് അല്ലേ. ഡിയിൽ ഇങ്ങനെ ഒരു വര മിസ്സിങ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി അല്ല ഇതിന്റെ ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം ഓപ്ഷൻ ഡി അല്ല, ബിക്കോസ് ആ വരകൾ ഇല്ലാത്തത് കൊണ്ട്. ദെൻ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി. അടുത്തത് ഏത്? ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ ആൻസർ എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിലേതാണ് ആൻസർ എന്നുള്ളതാണ് കേട്ടോ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോണത്. ദെൻ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷൻ ബി എടുക്കുകയാണെങ്കിൽ എന്താണ്? ഈ ഒരു വരകളെല്ലാം ഉണ്ട്, ഇങ്ങനെ ഒരു ക്രോസ് ഉണ്ട്. ക്രോസിൽ ഇവിടെ ഒരു വരയുണ്ട് അല്ലേ, വേറൊരു വര എക്സ്ട്രാ ഉണ്ട്. പക്ഷെ ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. ഓൾമോസ്റ്റ് ഒരു 90 ഡിഗ്രി ഒരു ലെവലിലാണ് പോകുന്നത്. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യൻ ഫിഗറിൽ എങ്ങനെയാണ്? ഇത് കുറച്ച് കേർവ്ഡ് ആണ് അല്ലേ. അപ്പം അങ്ങനെ കേർവ്ഡ് ആയിട്ടിരിക്കുന്ന എവിടെയാണ്?
ഓപ്ഷൻ സിയിലാണ് അല്ലേ അങ്ങനെ കേർവ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഈ പിക്ചറിൽ ആ ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 30. ക്വസ്റ്റ്യൻ നമ്പർ 30 ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണോ? നന്നായി സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻസ് പറയാം. തെറ്റായ ഓപ്ഷൻസ് ആരും മെൻഷൻ ചെയ്യണ്ട കേട്ടോ ചാറ്റ് ബോക്സിൽ. കറക്റ്റായിട്ട് കുറച്ചും കൂടി ടൈം എടുത്തിട്ട് ആലോചിച്ചിട്ട് പറയാം കേട്ടോ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ക്വസ്റ്റ്യൻ നമ്പർ 30യുടെ ആൻസർ കിട്ടിയോ? ക്വസ്റ്റ്യൻ നമ്പർ 30യുടെ ആൻസർ കമന്റ് ബോക്സിൽ ഓപ്ഷൻസ് ഒന്നും ഞാൻ കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കിട്ടിക്കഴിഞ്ഞോ? എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞോ? മിസ് ഇത് പറയട്ടെ. ഓക്കെ, ദെൻ പറയട്ടെ ഇതിൻ്റെ ആൻസേഴ്സ്. ഇതെങ്ങനെയാണ് ആൻസർ കിട്ടുക എന്നുള്ളത് പറയട്ടെ. ദെൻ എന്താണ് ഒരു സർക്കിൾ ഉണ്ട് ഇവിടെ. ക്വസ്റ്റ്യൻ ഫിഗറിൽ ഒരു സർക്കിൾ ഉണ്ട്. ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പ് പോർഷനിലേക്കും ഇവിടെ നിന്ന് ഒരു കൈ ഉണക്ക് ഡൗൺ പോർഷനിലേക്കുമാണ് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടും അപ്പ് പോർഷനിലേക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫിഗറാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഫിഗർ. അതേപോലത്തെ ഫിഗർ ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നോക്കാം അല്ലേ. ഈ ഒരു എല്ലാത്തിലും എങ്ങോട്ടാണ് ഏതൊരു സൈഡിലേക്കാണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഇതെടുക്കുക. അപ്പം ഈ കൈയുടെ പോർഷൻ, കൈ ഉണക്കത്തെ ഒരു പോർഷൻ എടുക്കാം. ദെൻ അപ്പ് പോർഷൻ, ദെൻ ഡൗൺ പോർഷൻ അല്ലേ. ദെൻ ഇതിനകത്ത് ഓപ്ഷൻ എയിൽ അങ്ങനെയല്ല, ഒരു W ഷേപ്പിലാണ് ഇവരിത് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ അല്ല ആൻസർ എന്നുള്ളത് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. ദെൻ ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ എന്നുള്ളതാണ് നമ്മളുടെ അടുത്തത്. അപ്പം ആ ഒരു ഷേപ്പിലാണല്ലോ ബിയിൽ നിൽക്കുന്നത് അല്ലേ. ബിയിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ ഫിഗറിന്റെ സിമിലർ ആയിട്ടാണ് അപ്പ് പോർഷൻ നിൽക്കുന്നത് അല്ലേ. ദെൻ ഓപ്ഷൻ സിയിൽ അപ്പ് പോർഷൻ എന്ന് പറയുന്നതും ക്വസ്റ്റ്യൻ ഫിഗറിന് സിമിലർ ആയിട്ടാണ് നിൽക്കുന്നത്. ദെൻ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ ഫിഗറിന് സിമിലർ ആയിട്ടല്ല ഈ അപ്പ് പോർഷൻ നിൽക്കുന്നത് അല്ലേ. അപ്പം ഇതെന്താണ്? റോങ് ആണ് അല്ലേ. കാരണം ക്വസ്റ്റ്യൻ ഫിഗറുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതല്ല എന്ന് പറയാൻ പറ്റും. ഓപ്ഷൻ ഡി അല്ല എന്ന് പറയാൻ പറ്റും. പിന്നെ ഏതൊക്കെയാണോ? ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ആണ് ഉള്ളത് അല്ലേ. ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും. ഓപ്ഷൻ ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഡൗൺ പോർഷൻ, അപ്പ് പോർഷൻ കറക്റ്റ് ആണെന്ന് പറഞ്ഞു. ദെൻ ഡൗൺ പോർഷനിൽ എന്താണ്? ഡൗൺ പോർഷനിൽ ഇവിടുന്ന് ഇങ്ങനെ ചെറിയൊരു വി ഷേപ്പാണല്ലേ ഇവിടെ. ചെറിയൊരു വി ഷേപ്പാണ് ക്വസ്റ്റ്യൻ ഫിഗറിലുള്ളത്. ദെൻ ആൻസർ ബിയിലെ ഓപ്ഷൻ ബിയിൽ എങ്ങനെയാണ് ഡൗൺ പോർഷനിലുള്ളത്? എങ്ങനെയാണ്? ഒരു കുറച്ചും കൂടി വലുതായിട്ടുള്ളൊരു പോർഷൻ ആണ് അല്ലേ. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാനത് കാണിക്കാം. ഇവിടെ ഒരു പോർഷനിൽ ഇവിടെ കുറച്ചും കൂടി ഇതായിട്ടുള്ള വി ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ഓപ്ഷൻ ബിയിലുള്ളത്. ഓപ്ഷൻ ബിയിൽ കുറച്ചും കൂടി വലുതായിട്ടുള്ള ഒരു ഷേപ്പിൽ, അതായത് വി ഷേപ്പ്, എക്സാക്ട് വി ഷേപ്പ് അല്ല നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ ഫിഗറിലുള്ള കണക്ക്. അപ്പം നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി അല്ല ആൻസർ, ഓപ്ഷൻ സി ആണ് ആൻസർ. ബിക്കോസ് ഇത് ക്ലിയർ ആയിട്ട് എന്താണ്? ക്വസ്റ്റ്യൻ ഫിഗർ തന്നെയാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ സി ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഓപ്ഷൻ സി ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ, ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 31. ക്വസ്റ്റ്യൻ നമ്പർ 31ൽ നല്ല രീതിയിൽ നോക്കുക കേട്ടോ. ഈ നമ്പേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്നോ രണ്ടോ നമ്പർ നോക്കിയിട്ട് കാര്യമില്ല. ഈ നമ്പേഴ്സ് എല്ലാം തന്നെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ ഫിഗറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. ഒന്ന് ചെയ്തു നോക്കൂ. ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ചെയ്തു നോക്കൂ. കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ,
കമൻറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഇതിൻ്റെ ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? ഇതിൻ്റെ ആൻസർ കിട്ടിയോ? ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ അടുത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ? ഇതിൻ്റെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ക്വസ്റ്റ്യൻ നമ്പർ 31. ക്വസ്റ്റ്യൻ നമ്പർ 31 എങ്ങനെയാണ്? കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് ആ ഫിഗറിൽ. 1 2 4 3 5 8 6 7 9 എന്ന് പറയുന്ന നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ദെൻ ആൻസർ ഫിഗറിൽ എങ്ങനെയാണ്? കുറേ നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സ് ക്വസ്റ്റ്യൻ ഫിഗറുമായിട്ട് മാച്ച് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എ ബി സി ഡി എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 31 ആൻസർ ഫിഗറിൽ ഓപ്ഷൻ എയിൽ എന്താണ്? ഫസ്റ്റത്തെ പോർഷൻ അല്ലേ ഇവിടെ 1 2 3. ഇവിടെ പക്ഷെ ക്വസ്റ്റ്യൻ ഫിഗറിൽ എന്താ 1 2 3 4 ആണ് അല്ലേ ഇവിടെ? സോറി 1 2 4 ആണ്. ഇവിടെ 1 2 3 ആണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഓപ്ഷൻ എ അല്ല ആൻസർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ അടുത്ത ഫിഗറിലോട്ട് ഓപ്ഷൻ ബിയിലോട്ട് പോകുമ്പോൾ എന്താ 1 2 9 ആണ് അല്ലേ? 1 2 9. ദെൻ ക്വസ്റ്റ്യൻ ഫിഗറിൽ എന്തായിരുന്നു? 1 2 4 ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി അല്ല ആൻസർ എന്ന് പറയാം. ദെൻ അടുത്ത ഫിഗർ ഓപ്ഷൻ സിയിലേക്ക് വരുമ്പോൾ എന്താ 1 2 4 ആണ് അല്ലേ ഇവിടെയുള്ളത്? ഓക്കെ, നമ്മുടെ ആൻസർ ഫിഗറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ഫിഗറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഏതാ 1 2 4 ആണ്. അപ്പം ഇത് രണ്ടിലും സിയോ അല്ലെങ്കിൽ ഡിയോ ആണ് നമുക്ക് മനസ്സിലായി. ദെൻ നെക്സ്റ്റ് റോ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇതാണ് 3 5 8 ആണ് അല്ലേ? 3 5 8 ആണ് ക്വസ്റ്റ്യൻ ഫിഗറിലുള്ളത്. ദെൻ ഇവിടെ ഏതാണ് 3 5 9 ആണ്. ദെൻ നെക്സ്റ്റിൽ എന്താണ്? ഡിയിൽ എന്താ 3 5 8 ആണല്ലേ ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി അല്ല ആൻസർ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. പിന്നെ നമ്മൾ ലാസ്റ്റത്തെ റോയും കൂടി നോക്കുകയാണെങ്കിൽ 6 7 9 എന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയിൽ എന്തുണ്ട്? 6 7 9 എന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാം. നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ ഓപ്ഷൻസ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് കിട്ടിയായിരുന്നോ? ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ആൻസർ കിട്ടിയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡിയാണോ നിങ്ങൾ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ റെഡിയാണോ? റെഡി ആണെങ്കിൽ നിങ്ങൾ റെഡി എന്ന് പറഞ്ഞേ. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ റെഡിയാന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ തംസപ്പ് ഇട്ടാലും മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ റെഡിയാണോ, അല്ലെങ്കിൽ തംസപ്പ് ഇട്ടേ. ഓക്കെ, കുറേ പേരുടെ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ദെൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ എനർജി ഒക്കെ പോയോ? ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾ ക്ഷീണിച്ചോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. നിങ്ങൾ ക്ഷീണിച്ചോ? റെഡിയാണോ? ഓക്കെ, റെഡിയാണെന്ന് ചിലർ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്ഷീണിച്ചോ? അടുത്ത ക്വസ്റ്റ്യൻ തരാം കേട്ടോ മിസ്. ഓക്കെ, നിങ്ങൾ ഇത്രയും എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ ക്ഷീണിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തരാമേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് വേണം ആൻസർ പറയാനായിട്ട് കേട്ടോ. നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണേ. ഇതിനെന്ത് ചെയ്യാം? ആൻസർ ഇട്ട് തുടങ്ങിയോ നിങ്ങൾ? ഓക്കെ, ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആൻസർ ഇടണം കേട്ടോ. എന്നാലാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ, ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് കിട്ടുള്ളൂ. ഓക്കെ, ഓപ്ഷൻ ഇതിന്റെ ആൻസർ അല്ലേ നിങ്ങൾ പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 32. ക്വസ്റ്റ്യൻ നമ്പർ 32. ക്വസ്റ്റ്യൻ നമ്പർ 32ന്റെ ആൻസർ കിട്ടിയോ? ക്വസ്റ്റ്യൻ നമ്പർ 32ന്റെ ആൻസർ. ഓക്കെ, ഇത്രയും സമയം പോരെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ? ഇത്രയും സമയമൊക്കെ കിട്ടുള്ളൂ കേട്ടോ, ഇത്രയും സമയം പോലും കിട്ടില്ല. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 32. ക്വസ്റ്റ്യൻ നമ്പർ 32 എന്താണ്? ഇതൊരു സ്റ്റാർ അല്ലേ? ഇതിനകത്ത് ഇവിടെ ഒരു പോർഷൻ സ്റ്റാറിന്റെ ഒരു പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താ
ഏതൊക്കെ പോർഷനിലാണ് അങ്ങനെ ആ റൈറ്റ് സൈഡിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. അപ്പം ഇവിടെ റൈറ്റ് സൈഡിൽ അത് ചെയ്തിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും റൈറ്റ് സൈഡിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ രണ്ടും ബിയും ഡിയും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഓപ്ഷൻ എയും അല്ല ആൻസർ, ഓപ്ഷൻ സിയും അല്ല ആൻസർ, ഓപ്ഷൻ ബിയോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയോ ആണ് ആൻസർ നമുക്ക് പറയാൻ പറ്റും അല്ലേ. ആണോ അല്ലയോ? ഓപ്ഷൻ എയോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയോ ആണ് ഓപ്ഷൻ ബിയോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയോ ആണ് ആൻസർ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം ഇതിൽ ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ ഡി ആണോ ആൻസർ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ദെൻ പിന്നെ എന്താ ഉള്ളത്, ഇവിടെ കുറെ ഡോട്ട്സ് ഉണ്ട്, ഇവിടെയും കുറെ ഡോട്ട്സ് ഉണ്ട്, അതൊക്കെ ഇതിലും ഉണ്ട് അല്ലേ. ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും ഇങ്ങനെ ഡോട്ട്സ് ഒക്കെ ഉണ്ട്. ദെൻ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇങ്ങനെ ലൈൻസും കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ എന്താണ്, ഇവിടെ മാത്രമേ ലൈൻസ് കൊണ്ട്, ഓപ്ഷൻ ബിയിൽ ഇവിടെ മാത്രമാണ് ലൈൻസ് കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ദെൻ അടിയിലെ പോർഷനിലാണ് അല്ലേ ഈ സ്റ്റാറിന്റെ ഇവിടെ ആയിട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡോട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ ബി അല്ല ക്വസ്റ്റ്യൻ ഫിഗറുമായിട്ട് സിമിലർ ആയിരിക്കുന്നത്. ഓപ്ഷൻ ഡിയിലാണെങ്കിൽ അതുപോലെ ഉണ്ട് അല്ലേ. അതായത് ഇവിടെ രണ്ട് പോർഷനിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡിയിൽ ഇവിടെയൊക്കെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡോട്ട്സ് കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെയല്ലേ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് പറയാം അല്ലേ. കിട്ടിയോ നിങ്ങൾക്ക്? ഓപ്ഷൻ ഡി ആണെന്ന് കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് ഓപ്ഷൻ ഡി ആണെന്ന് കിട്ടിയല്ലേ. ഇതിന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്താലോ. ക്വസ്റ്റ്യൻ നമ്പർ 33. ക്വസ്റ്റ്യൻ നമ്പർ 33 നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 33, ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്തേ. ആൻസർ കമന്റ് ചെയ്ത് തുടങ്ങിയോ? ക്വസ്റ്റ്യൻ നമ്പർ 33യുടെ ആൻസർ ചെയ്തു കഴിഞ്ഞോ നിങ്ങളെല്ലാവരും? ഓപ്ഷൻ നിങ്ങൾ ഏതൊക്കെയോ ഓപ്ഷൻസ് നിങ്ങൾ പറയുന്നുണ്ട്, ക്ലിയർ ആയിട്ട് പറയാം കേട്ടോ. ഓപ്ഷൻ ഏതാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാം, പക്ഷേ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ആൻസർ പറയാം കേട്ടോ. അതായത് നമ്മളുടെ ഫിഗർ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ആൻസർ പറയേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് 33 എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 33 എങ്ങനെയാണ് ആൻസർ ഫിഗറുമായിട്ട് മാച്ച് ആവുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പറിൽ എന്തൊക്കെയുണ്ട്, ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് ഉണ്ട്, ഇങ്ങനെ ഒരു 4 കോളംസ് ആക്കിയിട്ടുണ്ട്. ഒരു സ്ക്വയറിനെ 4 കോളംസ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ തന്നെ ഒരു ഡയമണ്ട് ഷേപ്പ് ഉണ്ട് അല്ലേ. അതിനകത്ത് നടുക്ക് എന്തുണ്ട്, സർക്കിൾ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ആൻസർ ഫിഗേഴ്സിലും അതുപോലെ തന്നെയാണ്, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല അല്ലെ, എല്ലാം ഒരുപോലെ ഉണ്ട്. ഇതിന് എന്ത് ചെയ്യുക, ഇതിന്റെ ഉള്ളിലേക്ക് നോക്കുക. ഇതിന്റെ ഉള്ളിൽ എന്താണ്, ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സിമ്പിൾ, ഇവിടെ ഒരു മൈനസ് സിമ്പിൾ, ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ട് അല്ലേ. ഇതുപോലെ എവിടെയാണല്ലേ നോക്കാം. ആദ്യം പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ അടിയിലേക്ക് വരുമ്പോൾ മൈനസ് പ്ലസ്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്, ഫസ്റ്റ് ഓപ്ഷൻ എയിൽ ഫുള്ള് പ്ലസ് സിമ്പിൾ ആണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ എ അല്ല ഇതിന്റെ ആൻസർ എന്ന് പറയാം അല്ലേ. ദെൻ ഓപ്ഷൻ ബിയിലോട്ട് പോകുമ്പോൾ എന്താണ്, ഈ നടുക്കത്തെ ഭാഗം മാത്രം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് മൈനസ് സിമ്പിളും പ്ലസ് സിമ്പിൾ, പിന്നെ പ്ലസ് സിമ്പിൾ മൈനസ് സിമ്പിൾ. അപ്പം അതുപോലെയല്ല നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതല്ല നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാം. ഓപ്ഷൻ ബി അല്ല, ബിക്കോസ് നേരെ ഓപ്പോസിറ്റിലാണ്, ഓപ്പോസിറ്റ് സിമ്പിൾസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. ദെൻ ഓപ്ഷൻ സി നമുക്ക് നോക്കാം. ആദ്യം പ്ലസ് സിമ്പിൾ, പിന്നെ മൈനസ് സിമ്പിൾ, പിന്നെ മൈനസ് സിമ്പിൾ, പിന്നെ പ്ലസ് സിമ്പിൾ അല്ലേ. അങ്ങനെ തന്നെയല്ലേ ഉള്ളത്, അങ്ങനെ തന്നെയാണോ ക്വസ്റ്റ്യൻ ഫിഗറിലുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ സിയോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയോ ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാം അല്ലേ. ഓപ്ഷൻ ബിയോ അല്ലെങ്കിൽ ഓപ്ഷൻ സിയോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയോ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാം. അപ്പൊ ഇതിൽ ഏതായിരിക്കും വരിക, ഓപ്ഷൻ സി ആണോ ഓപ്ഷൻ ഡി ആയിരിക്കുമോ വരിക? അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് പറയാം, ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ ആണ്, ഇവിടെ ഒരു മൈനസ് സിമ്പിൾ ആണ് അല്ലേ. ഇവിടെ എന്തുണ്ട്, ഒരു സർക്കിൾ ഉണ്ട്. ഇവിടെ ആയിട്ട് ഇത് ടച്ച് ചെയ്തിട്ടുണ്ടോ എന്നും കൂടി നോക്കണം കേട്ടോ. ഈ ഒരു സൈഡിൽ ഇത് ടച്ച് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാം. ദെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓപ്ഷൻ ഏതാണെന്ന് പറയാം.
ഓപ്ഷൻ സി ആണോ ഡി ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ. ഓപ്ഷൻ സിയോ ഓർ ഓപ്ഷൻ ഡി ആണോ എന്നുള്ളത്. നിങ്ങൾക്ക് കിട്ടിയ ആൻസറോ? യെസ്, ഓപ്ഷൻ ഡി ആണോ ആൻസർ? നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? നന്നായി ഒബ്സർവ് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഫിഗറിലോട്ട് പോവാം അല്ലേ. നല്ല രീതിയിൽ സൂം ചെയ്ത് ഒബ്സർവ് ചെയ്യാം കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 34. ക്വസ്റ്റ്യൻ നമ്പർ 34 കിട്ടിയോ ഇതിന്റെ ആൻസർ? കിട്ടിയോ നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ്? ഓക്കെ, ദെൻ 34 പ്രീവിയസ് ക്വസ്റ്റ്യൻ നന്നായിട്ട്, അതായത് 33 നല്ല രീതിയിൽ നിങ്ങൾ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യാതാ ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ നല്ല രീതിയിൽ സ്ക്രീൻ ഫുള്ളാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഓപ്ഷൻ ചെയ്യാം കേട്ടോ, ആൻസർ ചെയ്യാം. ദെൻ ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 34? ക്വസ്റ്റ്യൻ നമ്പർ 34 എന്താണ്? ഇവിടെ ഫസ്റ്റ് എന്താ 4 ഡോട്ട് ഉണ്ട് അല്ലേ. അങ്ങനെ 4 ഡോട്ട് ഉണ്ട്. ഇവിടെ ഒരു നമ്മളെ ഒരു ഇത് വാങ്ങിക്കുന്നത് കിക്കാറ്റോ അല്ലെങ്കിൽ ഡയറി മിൽക്കോ ഒക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ കിട്ടുക. അതായത് ഇങ്ങനെ ഒരു ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ പീസ് ആയിട്ട് അല്ലേ, ആ ഒരു ഷേപ്പ്. അപ്പം അതേപോലത്തെ ഒരു ഷേപ്പാണ് താഴത്ത് തന്നിരിക്കുന്നത്. ദെൻ എന്താണ് ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നമുക്ക് ഓപ്ഷൻ എ കാണുമ്പോൾ തന്നെ അറിയാം ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ അല്ല. ബിക്കോസ് അവിടെ ക്രോസ് ചെയ്ത് 2 ക്രോസ് ചെയ്തിട്ടാണ് അല്ലേ തന്നിരിക്കുന്നത്. ഇവിടെ ഈ സിമ്പിൾ ക്രോസ് ചെയ്തിട്ടാണ്, ഇവിടെയും ഇത് ക്രോസ് ചെയ്തിട്ടാണുള്ളത്. അപ്പം നമുക്ക് ഓപ്ഷൻ എ അല്ല എന്ന് മനസ്സിലായി. ഓപ്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രോസ് ഉണ്ട്, ദെൻ ഇവിടെ ഒരു 4 ഡോട്ട് ഉണ്ട്. 4 ഡോട്ട് ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ ക്രോസ് ആയതുകൊണ്ട് ഓപ്ഷൻ ബി അല്ല ആൻസർ എന്ന് പറയുന്നത് വളരെ ഈസിയാണ് അല്ലേ. ദെൻ ഓപ്ഷൻ ഡിയും അല്ല ആൻസർ എന്ന് പറയാം, ബിക്കോസ് ഇവിടെ ഡോട്ട് ഇല്ല അല്ലേ. അപ്പം നമുക്കിത് നോക്കേണ്ട കാര്യം തന്നെ ഇല്ല. അപ്പം ഇവിടെ നോക്കുമ്പോഴോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബിക്കോസ് എന്താണ്, ഇവിടെ 4 ഡോട്ട് ഉണ്ട്, ഇവിടെയും 4 ഡോട്ട് ഉണ്ട്, ഇവിടെ ഒരു ക്രോസ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ. ഇതിന്റെ ആൻസർ കിട്ടിയോ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കിട്ടിയോ? ദെൻ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 35. ക്വസ്റ്റ്യൻ നമ്പർ 35 ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കലാണ്. നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാം, ദെൻ കണ്ടുപിടിക്കാം. ന്റെ ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? 35ന്റെ ആൻസർ, ക്വസ്റ്റ്യൻ നമ്പർ 35ന്റെ ആൻസർ കിട്ടിയോ? ഓക്കെ, നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 35. ക്വസ്റ്റ്യൻ നമ്പർ 35 ഒരു ട്രയാങ്കിളിലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു സ്ക്വയറിനകത്ത്. ദെൻ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഒരു ബോൾ ഷേപ്പ് അല്ലേ. നിങ്ങൾ ബോളൊക്കെ ക്രിക്കറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബോളിന്റെ ഒരു ഷേപ്പ് അല്ലേ. ഇവിടെ ഒരു ഈക്വൽ സിമ്പിൾ ഉണ്ട്, ഇവിടെ ഒരു സ്ക്വയറിൽ ക്രോസ് ആയിട്ടുണ്ട്, ഇവിടെ ഒരു സർക്കിളിൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു ഹാഷ്ടാഗ് മുണക്കത്തെ ഒരു സിമ്പിൾ ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഏതാ, ഈ ഹാഷ്ടാഗ് മുണക്കത്തെ സിമ്പിൾ ഇവിടെ ഉണ്ടോ? ഓക്കെ, ഹാഷ്ടാഗ് ഇവിടെ ഉണ്ട്, ഹാഷ്ടാഗ് ഇവിടെ ഉണ്ട്, ഈ ഹാഷ്ടാഗ് മുണക്കത്തെ ഒരു സിമ്പിൾ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഓപ്ഷൻ എ അല്ല ആൻസർ എന്ന് മനസ്സിലായി. ഓപ്ഷൻ ബിയോ അല്ലെങ്കിൽ ഓപ്ഷൻ സിയോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയോ ആയിരിക്കും ആൻസർ. അപ്പം ഹാഷ്ടാഗ് മുണക്കത്ത് ഹാഷ്ടാഗ് ഉണ്ടല്ലോ ഇതിന്റെ നടുക്ക്, ഈ ട്രയാങ്കിളിന്റെ നടുക്ക് ഹാഷ്ടാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ആൻസർ എന്ന് ഉറപ്പിക്കാം. പക്ഷെ ഇതിൽ ഏത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ ഇവിടെ ഞാൻ പറഞ്ഞൊരു ബോൾ പോലത്തെ അല്ലേ, അല്ലെങ്കിൽ ഒരു സർക്കിളിൽ ഇങ്ങനെ ഒരു വരയുണ്ട് അല്ലെ നടുക്ക്. പക്ഷെ ഓപ്ഷൻ ബിയിൽ അങ്ങനെയല്ല, 2 വരകളുണ്ട്. അപ്പൊ എന്താ പറയാം, ഓപ്ഷൻ ബി അല്ല ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഓപ്ഷൻ ബി അല്ല ആൻസർ. ദെൻ ഓപ്ഷൻ സിയോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയോ ആയിരിക്കും ആൻസർ എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പൊ അതിൽ ഏതായിരിക്കും? ഇപ്പൊ നമ്മൾ വരുമ്പം ഇവിടെ എന്തുണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിന് ക്രോസ് ആയിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു എന്താ ഉള്ളത്, സർക്കിൾ ആണുള്ളത്. പക്ഷെ അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇവിടെ സ്ക്വയർ ആണ്, ഇവിടെ സർക്കിൾ ആണ്. ദെൻ എന്ത് പറയാം, ഇതല്ല ആൻസർ എന്ന് പറയാം. ദെൻ ഇത് ഓപ്ഷൻ സി നോക്കുമ്പോൾ എന്താ,
ഓപ്ഷൻ സിയിൽ ഇവിടെ ഒരു ക്രോസ് ആയിട്ടുണ്ട്, ദെൻ അതായത് ഒരു സ്ക്വയറിൽ ഒരു ക്രോസ് ഉണ്ട്, ദെൻ ഇവിടെ എന്തുണ്ട്, ഒരു സർക്കിൾ ഉണ്ട്, ദെൻ ഒരു സ്ക്വയർ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയാം. കിട്ടിയിരുന്നോ നിങ്ങൾക്ക് ഓപ്ഷൻ സി ആണോ ആൻസർ എന്ന്? ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ എല്ലാവർക്കും കിട്ടിയിരുന്നല്ലോ ആൻസർ. 8:59 ആയി. പക്ഷെ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 8:59 ആയിട്ടുണ്ട് സമയം. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, മിസ് 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരട്ടെ. അതായത് വർക്ക്ഷീറ്റല്ല, ഇവിടുന്ന് 2 ക്വസ്റ്റ്യൻസ് തരട്ടെ. വർക്ക്ഷീറ്റിൽ തരാം കേട്ടോ, നിങ്ങളതെല്ലാം ചെയ്യണേ. വർക്ക്ഷീറ്റിൽ ഇപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തരട്ടെ, പെട്ടെന്ന് ചെയ്യുമോ ക്വസ്റ്റ്യൻ? ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വേഗം ഇടുക കേട്ടോ.